ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് ഓഫ് ട്രൈസെക്ഷൻ ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് 4, -1 ആൻഡ് -2, -3. ക്വസ്റ്റ്യൻ മനസ്സിലായോ? എന്താണ് ട്രൈസെക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇവിടെ നമുക്കൊരു ലൈൻ സെഗ്മെന്റ് തന്നിട്ടുണ്ട് അല്ലേ? ഒരു ലൈൻ സെഗ്മെന്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് 4, -1, അടുത്തത് -2, -3. റഫ് പിക്ചറാണ്. ട്രൈസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള രണ്ട് പോയിന്റുകൾ കാണണം. സോ ദാറ്റ് ഈ ലൈൻ സെഗ്മെൻറ്റിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യണം. അതായത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. പിയും ക്യൂവും കണ്ടുപിടിക്കണം. പിയും ക്യൂവും കാണണം. ആ പിയും ക്യൂവും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 സെക്ഷൻസ് കിട്ടണം, ഈക്വൽ സെക്ഷൻസ്. കണ്ടില്ലേ? AP, PQ ആൻഡ് QB. അപ്പോൾ പിയും ക്യൂവും എവിടെ വന്നാലാണ് നമുക്ക് ഇതേപോലത്തെ 3 പാർട്സ്, ഈക്വൽ പാർട്സ് കിട്ടുന്നത്? വേർ ഈസ് P ആൻഡ് Q? ആ പിയുടെയും ക്യൂയുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ പിനെയും ക്യൂവിനെയും പറയുന്ന പേരാണ് പോയിന്റ്സ് ഓഫ് ട്രൈസെക്ഷൻ. അപ്പോൾ ആദ്യം നമുക്ക് പി കണ്ടുപിടിക്കണം അല്ലേ? എങ്ങനെ നമുക്ക് പി കണ്ടുപിടിക്കാൻ പറ്റും? പി കാണണമെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചിരുന്നേ, പി കാണണമെങ്കിൽ നമുക്ക് ടു ഫൈൻഡ് പി എന്ന് എഴുതാം അല്ലേ? ഈ ഫിഗർ നോക്കിയേ, എ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസും ഇവിടെ എല്ലാ ഡിസ്റ്റൻസും ഈക്വൽ ആണല്ലോ അല്ലേ? എ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് കെ ആണെന്നുണ്ടെങ്കിൽ പി മുതൽ ക്യൂ വരെയുള്ള ഡിസ്റ്റൻസും കെ തന്നെയായിരിക്കും. ക്യൂ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസും കെ തന്നെയായിരിക്കും. ശരിയല്ലേ? അപ്പോൾ പി കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഞാനൊരു ഡയഗ്രാം ഒന്നുകൂടി ഒന്ന് വരച്ചേക്കട്ടെ. എന്താണ്? എ എന്ന് പറഞ്ഞ പോയിന്റ് 4, -1, പിന്നെ ബി എന്ന് പറഞ്ഞ പോയിന്റ് -2, -3, പി എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയുണ്ട് അല്ലേ? ശരിയല്ലേ? പി എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ ആയിട്ടുണ്ട് ഇവിടെ. ശരിയല്ലേ? ആ പി കണ്ടുപിടിക്കണം. ആദ്യം തന്നെ നമുക്ക് ആ പി കണ്ടുപിടിക്കണം. എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ആണ് അല്ലേ? എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കെ ആണ്. ഇവിടെ ജസ്റ്റ് എഴുതട്ടെ കേട്ടോ. എ പി കെ ആണ്. പി ബി എന്താണെന്ന് നോക്കിയേ. പി ബി എന്ന് പറഞ്ഞാൽ കെ പ്ലസ് കെ ആണ്. ശരിയാണോ? കെ പ്ലസ് കെ അതായത് 2K ആണ്. എ പി കെയും ഫിഗർ നോക്ക്, പി ബി 2K ആണ്. അപ്പം അതുകൊണ്ട് എ പി ഈസ്റ്റ് പി ബി 1:2 എന്ന് പറയാമല്ലോ. കാരണം എ പിയുടെ ഡബിൾ ലെങ്ത് ആണ് പി ബിക്കുള്ളത്. ഇത് കെ ആയപ്പോൾ ഇത് 2K ആയി. അതുകൊണ്ട് എ പി ഈസ്റ്റ് പി ബി 1:2 എന്ന് പറയാം. എ പിയുടെ ഡബിളാണ് ആര്? പി ബി. ശരിയല്ലേ? ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കുക. അപ്പോൾ സെക്ഷൻ ഫോർമുല യൂസ് ചെയ്യണത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. എങ്ങനെയാണ്? ഓർമ്മയുണ്ടോ? ഇവിടുന്ന് ഇങ്ങനെ ഒരു ആരോ വരയ്ക്കുക, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ആരോ വരയ്ക്കുക അല്ലേ? അങ്ങനെയാണല്ലോ സെക്ഷൻ ഫോർമുല. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം തന്നെ പി കാണാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഈ 2K മനസ്സിലായില്ല, ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ 1:2 എന്ന് പറഞ്ഞ റേഷ്യോ ആണ്. ഇങ്ങോട്ടൊരാരോ ഇങ്ങോട്ടൊരാരോ. ആരോൻ്റെ ഡയറക്ഷനിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. ആദ്യം തന്നെ എക്സ് കോർഡിനേറ്റിലോട്ട് വേണം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ. 1 × -2, 1 × -2 പ്ലസ്, പിന്നെ 2 × 4 അല്ലേ? 2 × 4 ഡിവൈഡഡ് ബൈ, താഴെ ഈ റേഷ്യോ തമ്മിൽ ആഡ് ചെയ്താൽ മതി. അതായത് 1 + 2, 3 ആണത്. ഇതേപോലെ വൈ കോർഡിനേറ്റിലോട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അതായത് 1 × -3, 1 × -3 പ്ലസ് 2 × -1, 2 × -1 by sum of the ratio 1 + 2. സോ ഒരു സ്റ്റെപ്പും കൂടി എഴുതാം. ഇനി അറിയാലോ ചെയ്യാൻ. ഇവിടെ -2 + 8 കാൽക്കുലേഷൻ എല്ലാം പറയുന്നില്ല.
-2 + 8 ചെയ്ത് കഴിഞ്ഞാൽ 6 വരും. 6/3 2 ആണ്. ഇവിടെ -3 -2 -5 ആണ്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, എല്ലാ സ്റ്റെപ്പും എഴുതുന്നില്ല. -3 -2 -5 -5/3 കിട്ടും. അങ്ങനെ നമുക്ക് പി കിട്ടി. ഇനി നമുക്ക് ക്യൂ കണ്ടുപിടിക്കണം അല്ലേ? നമ്മൾ ആ മെയിൻ പിക്ചർ നോക്കാം. ഡയഗ്രാം ഒന്നുകൂടിയും വരയ്ക്കാം അല്ലേ? എ എന്ന് പറഞ്ഞ പോയിന്റ് 4, -1ഉം ബി എന്ന് പറഞ്ഞ പോയിന്റ് -2, -3 ആണ്. ക്യൂ എവിടെയായിട്ട് വരും? ക്യൂ സ്വല്പം ഇങ്ങോട്ട് നീങ്ങിയിട്ടാണ്, അറിയാമല്ലോ. ആ മെയിൻ പിക്ചർ നോക്കിയാൽ അറിയാം ക്യൂ ഇവിടെയായിട്ടാണ്. ആ മെയിൻ പിക്ചർ നോക്കാം. എ മുതൽ ക്യൂ വരെയുള്ള ഡിസ്റ്റൻസ് k+k ആണ്. 2k ആണ്. 2k. എ മുതൽ ക്യൂ വരെയുള്ള ഡിസ്റ്റൻസ് 2kയും ക്യൂ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് k ആണ്. ഞാൻ ഇത് മായ്ക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, AQ ഈസ്റ്റ് QB എന്ന് പറയുമ്പോൾ 2:1 എന്നല്ലേ വരാം. കാരണം AQ 2k ആണ്, QB k ആണ്. റേഷ്യോയിൽ പറയുകയാണെങ്കിൽ AQ ഈസ്റ്റ് QB 2:1 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് വരുന്നത് അല്ലേ? 2:1 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് വരുന്നത്. അപ്പോൾ അതിവിടെ എഴുതാം മുകളിലായിട്ട് 2:1. ഇത് വന്നത് ക്ലിയർ ആയല്ലോ. നമുക്ക് സെക്ഷൻ ഫോർമുല യൂസ് ചെയ്തിട്ട് ക്യൂ കണ്ടുപിടിക്കണം. അതിന് വേണ്ടി ഇങ്ങനെ ഒരു ആരോ വരയ്ക്കുക, ഇങ്ങനെ ഒരു ആരോ വരയ്ക്കുക. സെക്ഷൻ ഫോർമുല ഉപയോഗിക്കാൻ പോവാണ്. അപ്പോൾ ക്യൂ കാണാനായിട്ട് ഫോർമുല ആരോൻ്റെ ഡയറക്ഷനിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 2 × -2 പ്ലസ് 1 × 4 താഴെ m+n അഥവാ 2 + 1 3. ഇതേപോലെ ഇനി y കോർഡിനേറ്റിലോട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 2 × -3 ശരിയല്ലേ? 2 × -3 പ്ലസ് 1 × -1 താഴെ 2 + 1 3. സ്റ്റെപ്പ് എല്ലാം എഴുതുന്നില്ല, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. -4 + 4 0. 0/3 0 ആണ്. ഇവിടെ -6 -1 -7 ആണ്. -7/3 ആൻസർ. അപ്പോൾ അവസാനം എഴുതാ, ഹെൻസ് പോയിന്റ് ഓഫ് ട്രൈസെക്ഷൻസ് ആർ 2, -5/3 ആൻഡ് 0, -7/3 എന്ന് എഴുതാം. പ്രോബ്ലം ക്ലിയർ ആയല്ലോ.